ഹൈസെൻസിന്റെ മറ്റൊരു മോഡൽ ടി വി കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നിട്ടുണ്ട്. ഹൈസെൻസിന്റെ U6 Pro എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ടിവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സാധാ ടി വി ഒന്നുമല്ല, ഇത് കണ്ടല്ലോ ULED മിനി LED ടി വി ആണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് ഹൈ ക്വാളിറ്റി ഉള്ള ടി വി തന്നെയാണ്. എന്തായാലും അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഹൈസെൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യൂറോ കപ്പ് 2024 ജർമ്മനിയിൽ നടക്കുന്നതിന്റെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് ആണ്. അതുപോലെ ഹൈസെൻസ് എന്ന് പറയുന്ന ഗ്ലോബൽ ഷിപ്മെന്റിൽ ഇപ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്രാൻഡുമാണ്. കഴിഞ്ഞ വീഡിയോകൾ ഹൈസെൻസിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, വിദേശികളായ മലയാളികൾക്ക് കൂടുതൽ അറിഞ്ഞിട്ടുള്ള അതുപോലെ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയായിരിക്കും ഹൈസെൻസ്. അപ്പോൾ ഈ ടി വിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുന്നത് 55 ഇഞ്ചാണ്. അതുപോലെ മിനി LED ആണ്, ക്വാണ്ടം ഡോട്ട് കളർ ഉണ്ട്, ഡോൾബി വിഷൻ അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതുപോലെ മറ്റ് OTT പ്ലാറ്റ്ഫോമുകളെല്ലാം ഇതിനകത്ത് വർക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ബോക്സിൻ്റെ അകത്ത് ഇതുപോലെ ഇതിൻ്റെ ടേബിൾ മൗണ്ട് കൊടുത്തിട്ടുണ്ട്. മെറ്റാലിക് ടേബിൾ മൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ മറ്റ് ആക്സസറീസ് ഈ ഒരു പാക്കിനകത്താണ്. ഇതിന്റെ റിമോട്ട്, പവർ കോഡ്, 3 ഇയർ വാറണ്ടി കാർഡ്. സാധാരണ പല സ്മാർട്ട് ടിവികളും 1 ഇയറൊക്കെയാണ് വാറണ്ടി നൽകുന്നത്, ഇത് 3 ഇയർ ഉണ്ട്. അതുപോലെ ഇതിന്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, ഓഡിയോ വീഡിയോ കേബിൾ, ടേബിൾ മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂ, റിമോട്ടിൽ ഇടാനുള്ള ബാറ്ററി. അതുപോലെ തന്നെ ഈ ഒരു ബോക്സിനകത്ത് ഇത്തരത്തിൽ വോൾ മൗണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ആക്സസറീസിന്റെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് വോൾ മൗണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ടി വി ഇവിടെ വോൾ മൗണ്ട് ചെയ്തു. ഹൈസെൻസിന്റെ U6N Pro എന്നാണ് ഈ ഒരു പർട്ടിക്കുലർ മോഡൽ ടി വിയുടെ പേര്. നമ്മൾ ആ അൺബോക്സ് ചെയ്തപ്പോൾ കണ്ട രീതിയിൽ ഇതൊരു QLED മിനി LED ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി. അതുകൊണ്ട് തന്നെയും ആ ഒരു ക്വാളിറ്റി വ്യത്യാസം ഡിസ്പ്ലേയിൽ കാണാനുണ്ട്. അതായത് LCD, LED, QLED അതിനുമൊക്കെ മുകളിലാണ് ഈ പറഞ്ഞ മിനി LED വരുന്നത്. അതായത് ഇതിന്റെ ഡിസ്പ്ലേയിലെ ആ പിക്സലുകൾ എന്ന് പറയുന്നത് മിനി LED ആകുമ്പോഴേക്കും ഏറ്റവും ചെറുതായി മാറുകയാണ്. അതുകൊണ്ട് തന്നെയും വിഷ്വൽ ക്വാളിറ്റി അത്രയും കൂടും. പിക്സലേഷൻ എന്ന് പറയുന്ന വാക്ക് നമുക്ക് അടുത്ത് മിണ്ടാൻ പോലും പറ്റില്ല. അതാണ് ഈ ഒരു മിനി LED ടി വികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നമുക്ക് ഈ ഒരു ടിവിയുടെ ഡിസ്പ്ലേ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഹൈ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ടി വി. എടുത്തു പറയേണ്ട കാര്യം, ഇതിനകത്ത് ആ ബ്ലാക്ക് ഒക്കെ കണ്ടില്ലേ, ആ ബ്ലാക്ക് എല്ലാം വളരെ ഷാർപ്പ് ബ്ലാക്ക് ആണ്. ഫുൾ അറേ ലോക്കൽ ഡിമ്മിംഗ് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അതായത് ഈ ബ്ലാക്ക് എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഷാർപ്പ് ബ്ലാക്ക് ആണ്. ചില വില കുറഞ്ഞ ടി വികളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഏരിയയിൽ ഒരു ബാക്ക് ലൈറ്റ് ഫീൽ ചെയ്യും, ഒരു വെളുപ്പ് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ടി വിയുടെ ഡിസ്പ്ലേ ഓൺ ആണെങ്കിൽ പോലും ഈ ടിവിയുടെ ഡിസ്പ്ലേയിൽ കാണുന്ന ബ്ലാക്ക് കളറുകൾ ടി വി ഓഫ് ആയിരിക്കുമ്പം സ്ക്രീൻ എങ്ങനെയാണ് ബ്ലാക്ക് ആയിട്ടിരിക്കുന്നത് അതുപോലെ ആയിരിക്കും ഇതിനകത്തുള്ള ഓൺ ആയിരിക്കുമ്പോഴും ബ്ലാക്ക് ഏരിയകൾ കാണുന്നത്. അതാണ് ഈ ഒരു ഫുൾ അറേ ലോക്കൽ ഡിമ്മിങ്ങിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല എനർജി കൺസംഷനും വളരെ കുറച്ച് മതി ഇത്തരത്തിൽ ഉള്ള ടി വികൾക്ക് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പം മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഈ ഒരു ടിവിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതുപോലെ തന്നെ നമ്മൾ ടി വിയുടെ ഈ ഒരു ബെസലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ബെസലുകളാണ് കാണുന്നത്. ഇവിടെ ഹൈസെൻസ് എന്നൊരു ബാഡ്ജിങ് ഇതുപോലെ കാണാം. താഴെയായിട്ട് അതിന്റെ ഒരു പവർ ബട്ടൺ, ഇവിടെ ഫിസിക്കലായിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ടി വി ഡെലിവർ ചെയ്യുന്നത്. ഈ ഒരു ടി വി പ്രധാനമായിട്ടും 2 വ്യത്യസ്ത സൈസുകളാണ് ലഭിക്കുന്നത്. 55 ഇഞ്ചും അതുപോലെ 65 ഇഞ്ച് സൈസിൽ. നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് 55 ഇഞ്ച് സൈസിൽ ഉള്ള ടി വി ആണ്. അതുപോലെ തന്നെ ഈ ഒരു ടി വിക്ക് 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് വിത്ത് ഹൈസെൻസ് സ്മൂത്ത് മോഷൻ. അതായത് എന്താന്ന് കാണിച്ചു തരാം. ഈ ഒരു ടി വി നമ്മൾ ഇങ്ങനെ നാവിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി പറന്നാണ് പോകുന്നത്. വലിയ ലാഗോ ഡിലേ ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു നാവിഗേഷനാണ് ഈ ഒരു ടി വിയിലും വരുന്നത്. അത് ഇതിന്റെ ഈ ഒരു 60 ഹെർട്സിന്റെ ഒരു പ്രത്യേകതയാണ്, ആ ഒരു റിഫ്രഷ് റേറ്റ്. അപ്പോൾ ഈ ഒരു 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ടുള്ളൊരു മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമുക്കിതിനകത്ത് സോണി PS5 പോലുള്ള ഗെയിമിംഗ് കൺസോളുകളൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗെയിമിങ്ങും ഒരു വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇതിൽ നിന്നും ഫീൽ ചെയ്യും. ഇതിനകത്ത് HDR10+ന്റെ സപ്പോർട്ട്, അതുപോലെ ഡോൾബി വിഷന്റെ സപ്പോർട്ട്, ടോട്ടൽ HDR സൊല്യൂഷൻ ഒക്കെ ഇതിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഐഫോണുകളൊക്കെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഡോൾബി വിഷനിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നു, HDR കണ്ടന്റുകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നു. അത്തരം വിഷ്വലുകൾ യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. അത്തരം വിഷ്വലുകൾ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. സാധാരണ വില കുറഞ്ഞ ടി വികളിൽ ഈ പറഞ്ഞ ഡോൾബി വിഷന്റെ ഒന്നും സപ്പോർട്ട് ഇല്ലാത്ത ടി വികളിൽ നിങ്ങൾ യൂട്യൂബിൽ നിന്നൊക്കെ ഡോൾബി വിഷൻ വിഷ്വലുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അതിനെ ബ്ലീച്ച് ആയിട്ട് ഇരിക്കും. പക്ഷേ ഇവിടെ അത് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യും ഇതിന്റെ ഡിസ്പ്ലേ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ക്വാണ്ടം ഡോട്ട് കളർ ആണ് മറ്റൊരു പ്രത്യേകത. അതായത് ബില്യൺസ് പ്ലസ് കളേഴ്സിനെ ഒക്യുപ്പൈ ചെയ്യാൻ ഈ ഒരു ടിവിയുടെ ഡിസ്പ്ലേക്ക് സാധിക്കും. അറിയാലോ, പല കളറിന് ഇപ്പോൾ റെഡ് കളറിൽ തന്നെ പല റെഡ് കളറിന്റെ ഷെയ്ഡുകളുണ്ട്. അപ്പോൾ അത്രയും ഡിഫറൻറ്റ് കളേഴ്സിനെ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ബില്യൺസിലധികം കളറുകളെ ഒക്യുപ്പൈ ചെയ്യാനാണ് ഇതിന്റെ ഡിസ്പ്ലേക്ക് സാധ്യമാണ്. അത്രയും കളർഫുൾ ആയിരിക്കും, അത്രയും വിവിഡ് ആയിരിക്കും ഈ ഒരു ടിവിയുടെ ഡിസ്പ്ലേ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എയുടെ സഹായത്തോടു കൂടി നമ്മൾ കാണുന്ന വിഷ്വലുകൾ 4K അല്ലെങ്കിൽ പോലും 4K ക്വാളിറ്റിയിലേക്ക് അപ്സ്കെയിൽ ചെയ്യും. ഈ ഒരു ടി വി 4K റെസൊല്യൂഷനുള്ള ടി വിയാണ്, മിനി LED ആണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോ എല്ലാം ഒന്നും 4K ആണോന്നില്ല. അപ്പോൾ 4K അല്ലാത്ത 2K റെസൊല്യൂഷനോ അല്ലെങ്കിൽ HD റെസൊല്യൂഷനൊക്കെ ഉള്ള ഫയലുകളാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത്തരം ഫയലുകളെ അല്ലെങ്കിൽ അത്തരം ആ ഒരു വിഷ്വൽസിനെ 4K
4K ക്വാളിറ്റിയിലേക്ക് എയുടെ സഹായത്തോടുകൂടി അപ്സ്കെയിൽ ചെയ്ത് ഒരു 4K വീഡിയോ കാണുന്ന ക്വാളിറ്റിയിൽ നമുക്ക് ഈ ഒരു ടി വിയിലൂടെ കാണാനാകും. മാത്രമല്ല VRR ALLM ഫീച്ചേഴ്സ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് വേരിയബിൾ റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ലോ ലേറ്റൻസി മോഡും കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ഗെയിമിംഗ് കൺസോളുകൾ ഈ ഒരു ടി വിയിൽ കണക്ട് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുമ്പോൾ ആ ഗെയിമിങ്ങിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന ഫീച്ചറുകളാണ്. അതായത് വേരിയബിൾ റിഫ്രഷ് റേറ്റ് നൽകും. അതുപോലെ കാണുന്ന ആ ഒരു വിഷ്വലിൻ്റെ ഡിലേ, ആ ഒരു ലേറ്റൻസിയൊക്കെ പരമാവധി കുറച്ചുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസും ഈ ഒരു ടി വി സമ്മാനിക്കും. അപ്പോൾ നമ്മൾ പല സ്മാർട്ട് ടി വികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ സ്മാർട്ട് ടി വികളും ഈ പറഞ്ഞ പോലെ ഗെയിമിംഗ് കൺസോളുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കാൻ പറ്റിയ ടി വികളല്ല. പക്ഷേ ഈ ഒരു ടി വി അത്തരത്തിൽ ഗെയിമിംഗ് കൺസോളുകൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഗെയിമിംഗ് കൺസോളുകൾ കണക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ടി വിക്ക് വളരെ അടുത്താണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ അത്രയും അടുത്തിരുന്ന് കണ്ടാൽ പോലും കണ്ണിന് വലിയ പ്രശ്നം വരുത്തില്ല എന്നുള്ളൊരു ഇത്തരം ഗെയിമിംഗ് സപ്പോർട്ടുള്ള ടി വികളുടെ ഒരു ഗുണമാണ്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ അത്രയും റിഫ്രഷ് റേറ്റ് 60 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ലഭിക്കും. അതൊക്കെ ഈ ഒരു ടി വിയിലും നൽകിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഗെയിം ബാർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഗെയിമിംഗ് കൺസോളുകൾ ഈ ഒരു ടി വിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടി വിയിൽ ഒരു സ്പെഷ്യൽ ബാർ, ഗെയിം ബാർ എന്ന രീതിയിൽ ഒരു ഗെയിം ബാർ പോപ്പപ്പ് ചെയ്ത് വരും. ആ ഒരു ഗെയിം ബാറിൽ ഈ ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ അത്തരത്തിൽ ആ ഒരു ഗെയിം ബാറിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലുള്ള മറ്റൊരു ഫീച്ചറാണ് AI സ്പോർട്സ് മോഡ്. അതായത് നമ്മൾ ഈ ടി വി മൂവി വാച്ച് ചെയ്യാൻ മാത്രമൊന്നുമല്ല നമ്മൾ ടി വികൾ ഉപയോഗിക്കുന്നത് അല്ലേ? സ്പോർട്സുകൾ കാണാൻ, അതായത് ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളിയൊക്കെ കാണാനും നമ്മൾ ഇത്തരം ടി വികൾ ഉപയോഗിക്കും. അപ്പോൾ എയുടെ സഹായത്തോടു കൂടി നമ്മൾ ഇത്തരത്തിലൊരു സ്പോർട്സുകൾ കാണുകയാണെങ്കിൽ ആ എയുടെ സഹായത്തോടു കൂടി അത്തരം വിഷ്വലുകളെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ് കളി നടക്കുകയാണെങ്കിൽ അതിൻ്റെ പന്ത് കുറച്ചുകൂടെ വിസിബിൾ ആക്കും. അത്തരത്തിൽ AI കുറച്ച് ഇത്തരത്തിൽ സ്പോർട്സ് മോഡിനകത്ത് എൻഹാൻസ്മെന്റ് നടത്തുകയും ചെയ്യും ഈ ഒരു ടി വിയിൽ. അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ടി വിയിൽ ഇത്തരത്തിൽ ക്രിക്കറ്റ് കളിയോ ഫുട്ബോളൊക്കെ കാണുകയാണെങ്കിൽ നമ്മളൊരു സ്റ്റേഡിയം ലൈക്ക് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. അടുത്തായിട്ട് നമുക്കിതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഞാൻ വോളിയം 33 യൂണിറ്റ് ഇതിനകത്ത് കൂട്ടിയുള്ളൂ. നിങ്ങൾ കേട്ടതാണ്, നല്ല സൗണ്ട് ക്വാളിറ്റി. ഒരു സൗണ്ട് ബാർ ഇതിൻ്റെ പിന്നിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പോകും. സീരിയസ്ലി അത്രയും മികച്ച സൗണ്ട് ക്വാളിറ്റിയാണ് സത്യസന്ധമായിട്ട് പറയാം. പല സ്മാർട്ട് ടി വികൾ, ഈവൻ ഹൈസൻസിൻ്റെ തന്നെ മുൻ പല മോഡലുകൾ നമ്മൾ അടുത്തിടെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ടി വികളിലൊക്കെ ഉള്ളതിനേക്കാളും മികച്ച സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വോളിയം ഉണ്ട്, ക്വാളിറ്റിയുള്ള സൗണ്ടാണ്, ബാസ് ഉണ്ട്. അതെടുത്ത് പറയുന്നു. മികച്ച ബാസ് എന്തായാലും ഈ ഒരു സ്പീക്കർ നൽകുന്നുണ്ട് ഈ ഒരു ടി വി. സാധാരണ സ്മാർട്ട് ടി വികളിലുള്ള സ്പീക്കറുകൾ വളരെ ചെറിയ സൈസാണ്. ഇത്രയും മികച്ച സൗണ്ട് ക്വാളിറ്റി പല ടി വികളിലും അങ്ങനെ കാണാറില്ല. പക്ഷേ പെർഫെക്റ്റ് സൗണ്ട് ക്വാളിറ്റി, ഞാൻ ഇതുവരെ കേട്ടതിൽ മികച്ച സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് എന്തായാലും ഈ ഒരു ടി വി നൽകുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ സൗണ്ട് ബാർ എന്തായാലും ഈ ഒരു ടി വിയുടെ കേസിൽ വാങ്ങേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും മികച്ച സൗണ്ട് ക്വാളിറ്റി. അത്തരത്തിൽ മികച്ച സൗണ്ട് ക്വാളിറ്റി നൽകുന്നതിന് വേണ്ടി ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും ഈ ഒരു ടി വിയിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടി വി വാങ്ങുന്നവർക്ക് മറ്റൊരു ആനുകൂല്യം കൂടിയുണ്ട്. അതായത് ജിയോ സിനിമയും അതുപോലെ ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെയും ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ പരിമിതകാല ഓഫറിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഇമ്മീഡിയറ്റ് വാങ്ങുന്ന ചില കസ്റ്റമേഴ്സിന് ഈ പറഞ്ഞ പോലെ ഡിസ്നി ഹോട്ട്സ്റ്റാറും ജിയോ സിനിമയുടെ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ്ങിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. ഒന്നെന്ന് പറയുന്നത് സൗണ്ട് ബാറിൻ്റെ വില കുറയ്ക്കണം. ഏകദേശം ഒരു 10,000 രൂപയ്ക്ക് ഒരു നല്ല സൗണ്ട് ബാറിന്, ആ ഒരു സൗണ്ട് ബാറിൻ്റെ വില ഈ ഒരു ടി വിയിൽ നമുക്ക് ലാഭമായി കുറയ്ക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ ഈ പറഞ്ഞ ഡിസ്നി ഹോട്ട്സ്റ്റാർ 1 ഇയറിന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 899 രൂപയാണ് തോന്നുന്നു 1 ഇയർ സബ്സ്ക്രിപ്ഷൻ്റെ ചാർജ്. അപ്പോൾ അത് ഇതിൻ്റെ വിലയിൽ നമുക്ക് ലാഭമായി കുറയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു ടി വിയിൽ നമ്മൾ പ്രൈസിങ്ങിൽ കുറയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടി വിയിൽ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഹൈസൻസിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള വിത എന്ന് പറയുന്ന യൂസർ ഇൻ്റർഫേസ് ആണ് നൽകിയിരിക്കുന്നത്. എനിക്കൊരു അഭിപ്രായമുണ്ട്, ഗൂഗിൾ TV OS ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു സാധാരണക്കാർ കൂടുതൽ പരിചിതമായ ഒരു OS ആയിരുന്നേനെ എന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ഈ ഒരു ടി വി വാങ്ങി കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പം ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആയിട്ട് നമ്മൾ നല്ല പരിചിതമാകും. ഗൂഗിൾ TVയിൽ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ, ഡിസ്നി ഹോട്ട്സ്റ്റാർ, ആപ്പിൾ TV, അതുപോലെ യൂട്യൂബ്, ജിയോ സിനിമ, സോണി ലിവ്, C5 എന്ന് വേണ്ട ഒരുവിധമുള്ള OTT ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മികച്ച രീതിയിലുള്ള കണ്ടന്റ് സജഷൻ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഗൂഗിൾ OS കുറച്ചുകൂടി ഒരു സ്ക്വയർ ഷേപ്പ് രീതിയിൽ ഐക്കൺസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പ്രധാനമായിട്ടൊരു വ്യത്യാസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ സെറ്റിംഗ്സ് എല്ലാം ഇവിടെ ഈ ഒരു സൈഡിലാണ്. സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിക്ചർ മോഡ്, ഇതുപോലെ സ്റ്റാൻഡേർഡ്, അതുപോലെ ഫിലിം മേക്കർ മോഡുണ്ട്. ഫിലിം മേക്കർ മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈസൻസിൻ്റെ തന്നെ മറ്റ് ടി വികൾ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ചില സിനിമകൾ ഒരു പ്രത്യേക കളർ ടോണിലാണ് അവർ എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്ത് അവർ പുറത്തിറക്കുന്നത്. പക്ഷേ ചില ടി വികൾ അത്
അത് കൂടുതൽ എൻഹാൻസ് ചെയ്ത് വിവിഡാക്കി വേറൊരു കളറിലായിരിക്കും ഒരു പക്ഷേ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫിലിം മേക്കർ മോഡ് എടുത്തു കഴിഞ്ഞാൽ ആ സിനിമ എങ്ങനെയാണോ അവർ ഡെലിവർ ചെയ്ത് അതേ കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സിനിമകൾ കാണുമ്പോൾ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് കാണുമെങ്കിൽ സിനിമ എന്ന് പറയുന്ന മോഡുണ്ട്, എനർജി സേവിംഗ് മോഡുണ്ട്, ഡൈനാമിക് മോഡുണ്ട്, സ്പോർട്സുകൾ കാണുമ്പോൾ ഉള്ള സ്പോർട്സ് മോഡുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പിക്ചർ മോഡുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗെയിം സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഗെയിം മോഡ് എനേബിൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഓർക്ക് ഈ പറയുന്ന ഗെയിമിംഗ് കൺസോളുകൾ കണക്ട് ചെയ്തെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇവിടെ ഇൻ്റലിജൻറ്റ് മോഡ് സെറ്റിംഗ്സിലേക്ക് വരുമ്പോൾ പിക്ചർ ഒപ്റ്റിമൈസേഷൻ്റെ ഒക്കെ ഓപ്ഷനുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ നിരവധി സെറ്റിംഗ്സ് ഓപ്ഷനുകൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ സൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സൗണ്ടും ഇത്തരത്തിൽ വ്യത്യസ്ത മോഡുകൾ നമുക്ക് നൽകാൻ സാധിക്കും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് മോഡാണ് കിടക്കുന്നത്. ബൈ ഡിഫോൾട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ തിയേറ്റർ മോഡ്, മ്യൂസിക് മാത്രം പ്ലേ ചെയ്യുമ്പോൾ മ്യൂസിക് മോഡ് കേൾക്കാം, വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വേണമെങ്കിൽ സ്പീച്ച് എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള മോഡ് കൊടുക്കാം, ലേറ്റ് നൈറ്റ് മോഡ്, സ്പോർട്സ് മോഡ് വോയിസിലും ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട്. എൻ്റെ യൂസർ ഇൻ്റർഫേസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരു 2 ദിവസം ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കതങ്ങ് പരിചിതമാകുന്ന തരത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന ഒരു റിമോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിമോട്ടിനകത്ത് ഇത്തരത്തിൽ നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, യൂട്യൂബ് മ്യൂസിക്, ബ്രൗസർ, അതുപോലെ മറ്റ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ബട്ടൺ, അതുപോലെ വോളിയം പെട്ടെന്ന് മ്യൂട്ട് ചെയ്യുന്നതിനുള്ള ഡെഡിക്കേറ്റഡ് മ്യൂട്ട് ബട്ടൺ തുടങ്ങിയവ ഇതിനകത്ത് തന്നെ നൽകിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബ് മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഡെഡിക്കേറ്റഡ് ബട്ടൺ ഒരു TV റിമോട്ടിൽ കാണുന്നത്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു റിമോട്ടാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് ഈ ഒരു ടിവിയുടെ പ്രൈസിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ടിവിയുടെ പ്രൈസിംഗ് കേൾക്കുമ്പോൾ ഓർക്കണം, ഇതൊരു QLED TV ആണ്, അതുപോലെ മിനി LED TV ആണ്, അതുപോലെ 4K റെസൊല്യൂഷനുള്ള TV ആണ്. അപ്പോൾ ഓർക്കുക, മിനി LED എന്ന് പറയുന്നത് എപ്പോഴും ഈ ടിവിയുടെ ടെക്നോളജിയിൽ, ഡിസ്പ്ലേ ടെക്നോളജിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് മിനി LED എന്നുള്ളത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം ഇതിൻ്റെ പ്രൈസ് കേൾക്കാൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് 55 ഇഞ്ചും 65 ഇഞ്ചിലുമാണ് ഇതിൻ്റെ വ്യത്യസ്ത മോഡലുകൾ ലഭിക്കുന്നത്. 55 ഇഞ്ചിൻ്റെ വില 59,999 രൂപയാണ്. ഈ ഒരു TV ഇഷ്ടപ്പെട്ടവർക്ക് വേണമെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്.